ഇന്ന് നമുക്ക് തന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു പട്ടുസാരി നെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു നെയ്ത്തുകാരനാണെങ്കിലോ തന്റെ വായ്ക്കുള്ളിൽ ആരും അറിയാതെ നെയ്ത്തുശാലയിൽ നിന്നും പട്ട് ഒളിപ്പിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ ആ അച്ഛനാണെങ്കിലോ മകൾക്ക് വേണ്ടിയിട്ട് സാരി നെയ്യുകയാണ്. ആ ഗ്രാമത്തിൽ ആർക്കും തന്നെ പട്ടുസാരി ഉടുക്കുവാനുള്ള അവകാശമേ ഇല്ല. ജന്മിക്ക് മാത്രമാണ് അവകാശമുള്ളത്. അങ്ങനെയുള്ള ഗ്രാമത്തിൽ തന്റെ മകൾക്ക് വേണ്ടിയിട്ട് ആരും അറിയാതെ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന പട്ടുകൊണ്ട് സാരി നെയ്തെടുക്കുകയാണ് തിരുവെങ്കടം എന്ന അച്ഛൻ. ആ അച്ഛന് അത് പൂർത്തിയാക്കുവാനായി കഴിഞ്ഞു. സാരി നെയ്തെടുക്കുന്നതിനിടയിൽ തിരുവെങ്കടം നേരിട്ടത് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? അവസാനം നിങ്ങളുടെ കണ്ണ് നിറയിക്കും. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. തിരുവെങ്കടം എന്ന നെയ്ത്തുകാരൻ നെയ്ത്തുശാലയിൽ നിന്നും ആരും അറിയാതെ പട്ട് വായിലൊളിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. തിരുവെങ്കടത്തിന്റെ വീട്ടിൽ ഭാര്യ അന്നമ്മയും മകൾ താമരയുമാണുള്ളത്. പട്ട് കൊണ്ടുവന്ന് തന്റെ വീട്ടിലിരുന്ന് സാരി നെയ്യുകയാണ് പതിവ്. മകൾ വലുതാകുമ്പോൾ വിവാഹത്തിന് നല്ല പട്ടുസാരി ഉടുക്കണമെന്നാണ് അച്ഛനായ തിരുവെങ്കടത്തിന്റെ ആഗ്രഹവും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതും. അവരുടെ ഗ്രാമത്തില് ജന്മി പുതിയ കാറ് വാങ്ങിയിരിക്കുകയാണ്. ആദ്യമായിട്ട് ഗ്രാമത്തിലേക്ക് കാറ് വരുന്നത് കാണുവാനായിട്ട് പാവങ്ങളായ ഗ്രാമവാസികളെല്ലാം പോകും. ഒപ്പം തിരുവെങ്കടം അന്നമ്മയെയും താമരയും കൂട്ടിക്കൊണ്ടു പോകുന്നു. കാറ് കാണുമ്പോൾ ജനങ്ങളാണെങ്കിൽ കാറിന് പിന്നാലെ ഓടും. അതിനിടയിൽപ്പെട്ട് അന്നമ്മ താഴെ വീഴുകയാണ്. ഓടുന്ന ജനങ്ങളൊക്കെ അന്നമ്മയെ ചവിട്ടുകയും ഒക്കെ ചെയ്തു. ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഗ്രാമത്തിലെ നെയ്ത്ത് തൊഴിലാളികളെ പറ്റി പഠിച്ചൊരു ആർട്ടിക്കിൾ എഴുതുവാനായിട്ട് ഒരു ജേർണലിസ്റ്റ് അവിടേക്ക് എത്തും. ജേർണലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം എല്ലാം ഒരുക്കിയത് തിരുവെങ്കടമായിരുന്നു. തന്റെ കൂട്ടുകാരന്റെ വീട്ടിലാണ് താമസം ഒരുക്കിയിരിക്കുന്നതും. എന്നാൽ അന്നമ്മ അന്ന് വീണതിൽ പിന്നെ വയറ്റിൽ ചവിട്ടി കിട്ടിയിരുന്നല്ലോ. അതിനുശേഷം എപ്പോഴും വയറുവേദനയാണ്. വേദന കാരണം അവരുടെ ഗ്രാമത്തിൽ നടക്കുന്ന ഉത്സവത്തിന് പോലും പങ്കെടുക്കുവാനായിട്ട് അന്നമ്മയ്ക്ക് കഴിഞ്ഞില്ല. അവൾ രക്തം ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. വൈദ്യനടുത്ത് കൊണ്ടുപോയി കാണിക്കുമ്പോഴോ എത്രയും വേഗം സിറ്റിയിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നാണ് വൈദ്യൻ പറയുന്നതും. അടുത്ത ദിവസം രാവിലെ തന്നെ കൊണ്ടുപോകാമെന്നും തിരുവെങ്കടം തീരുമാനിച്ചു. വൈദ്യൻ കൊടുത്ത മരുന്നൊന്നും കൃത്യമായി കഴിക്കാത്തതിനാൽ അന്നമ്മയുടെ ഹെൽത്ത് കണ്ടീഷനും വളരെ മോശമാകുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം തന്നെ അന്നമ്മ തിരുവെങ്കടത്തിനോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു പോയാലും നിങ്ങൾ താമരയെ നന്നായി നോക്കി വളർത്തണം. അങ്ങനൊന്നും പറയാതെ നിനക്കൊരു കുഴപ്പവുമില്ലെന്ന് തിരുവെങ്കടവും പറയുന്നു. ഞാൻ നമ്മുടെ മകൾക്ക് വേണ്ടിയിട്ട് നെയ്തു വെച്ചിരിക്കുന്ന പട്ടുസാരി കാണണ്ടേ എന്ന് ചോദിച്ച് ഭാര്യയും കയ്യിലെടുത്ത് നെയ്ത്തുശാലയിലേക്ക് പോവുകയാണ് തിരുവെങ്കടം. അവിടെ മനോഹരമായ ഒരു പട്ടുസാരി തിരുവെങ്കടം നെയ്തു വെച്ചിരുന്നു. പക്ഷേ പൂർത്തിയായില്ല. നമ്മുടെ മകള് വലുതാകുമ്പോൾ അവളുടെ കല്യാണത്തിന് ഈ സാരി ഉടുക്കും. എന്ത് ഭംഗിയായിരിക്കും, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയെന്നും ഭാര്യയോട് പറയുന്നു. ഭാര്യ സന്തോഷത്തോടു കൂടി അതൊക്കെ ചിന്തിക്കുകയാണ്. അതിനുശേഷം തിരുവെങ്കടത്തിന്റെ കയ്യിലിരുന്ന് ചിരിച്ചുകൊണ്ടാണ് ഭാര്യ മരണപ്പെടുന്നതും. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. താമര വളർന്ന് വലിയ കുട്ടിയായിരിക്കുകയാണ്. തിരുവെങ്കടമാണെങ്കിലോ നെയ്ത്തുശാലയിലേക്ക് പോകുമ്പോൾ താമരയാണെങ്കിൽ തയ്യൽ പഠിക്കുവാനേയും പോകും. തിരുവെങ്കടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് രംഗൻ എന്നൊരു മകനുണ്ട്. രംഗനും താമരയും തമ്മിൽ ആരും അറിയാതെ പ്രണയത്തിലുമാണ്. രംഗൻ പട്ടാളത്തിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ടാണ് ആ ഗ്രാമത്തിൽ നിന്നൊരാൾ പട്ടാളത്തിലേക്ക് പോകുന്നതും. രംഗനായിരുന്നു അത്. രംഗൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ താമര ആരും അറിയാതെ പൊട്ടിക്കരയുകയും ചെയ്യുന്നു. പക്ഷേ അത് തിരുവെങ്കടം കാണുന്നുണ്ട്. തിരുവെങ്കടത്തിന് കാര്യം എന്താണെന്ന് മനസ്സിലായി. എന്നാൽ അവിടെ താമസിക്കുവാനെത്തിയ ജേർണലിസ്റ്റ് ആണെങ്കിലോ സത്യത്തിലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. നെയ്ത്തുകാരായ ജനങ്ങളെ അവരുടെ മുതലാളി എത്രമാത്രം ദ്രോഹിക്കുന്നുവെന്ന് ഒരു നാടകത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് അയാൾ. അതോടുകൂടി മുതലാളിയുടെ ചതി അവർക്കെല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ആ ഗ്രാമം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ജന്മിയും ഗ്യാങ്ങും കൊന്നുകളയും. തിരുവെങ്കടവും കുറച്ച് ആളുകളും ചേർന്ന് മുതലാളിക്കൊരു പരാതി എഴുതി നൽകി. പക്ഷെ അയാൾ അത് ദൂരേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. അന്നേ ദിവസം താമരയാണെങ്കിലും വെള്ളമെടുക്കാൻ പോയിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് തിരികെ വന്നതും. തിരുവെങ്കടം കാര്യം തിരക്കിയപ്പോൾ അത് രംഗന്റെ ലെറ്റർ വന്ന് ഞാൻ വായിച്ചു കൊണ്ടിരുന്നു, അതാ താമസിച്ചെന്ന് പറയുന്നു. നിനക്ക് രംഗനെ ഇഷ്ടമാണോ എന്ന് തിരുവെങ്കടം ചോദിക്കുമ്പോൾ എന്നോട് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് രംഗന പറഞ്ഞത്, അല്ലാതെ ഞാനല്ല എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയും. അങ്ങനെ തിരുവെങ്കടം രണ്ടാളെയും വിവാഹം കഴിപ്പിക്കുവാനെയും തീരുമാനിച്ച് തന്റെ കൂട്ടുകാരനടുത്തേക്ക് പോകും. അപ്പോഴാണ് തിരുവെങ്കടം പറയാൻ പോകുന്ന അതേ കാര്യം തന്നെ കൂട്ടുകാരനും പറയാനായിട്ട് ഉദ്ദേശിച്ചു വന്നതും. രണ്ടാൾക്കും ഒരുപാട് സന്തോഷമായി. തിരുവെങ്കടത്തിന്റെ വീട്ടിലേക്ക് പെണ്ണാലോചിച്ചെത്തുകയാണ് കൂട്ടുകാരനും ബന്ധുക്കളും. സ്ത്രീധനമായി എന്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ സ്ത്രീധനമായി എന്റെ മകളെയും പിന്നെ അവളൊരു പട്ടുസാരി ഉടുത്താണ് കല്യാണത്തിന് എത്തുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടി. കാരണം ആ ഗ്രാമത്തിൽ ആരും തന്നെ അങ്ങനെ പട്ടുസാരിയൊന്നും ഉടുത്തിട്ടേയില്ല. ജന്മിയൊക്കെ മാത്രമാണ് അത് ഉടുക്കുന്നതും. ജന്മിക്കല്ലാതെ മറ്റാർക്കും അതിനൊരു അവകാശമില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ തന്റെ മകൾ കല്യാണത്തിന് പട്ടുസാരി ഉടുത്തു വരുമെന്ന് പറഞ്ഞതോടുകൂടി ജനങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് അത് കാണുവാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരുന്നു ജന്മി പരാതി കൊടുത്തിട്ട് കുറെ പോലീസുകാരാണെങ്കിൽ തിരുവെങ്കടത്തിനെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും.
തിരുവെങ്കടത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് മറ്റാരുമല്ല ജന്മി തന്നെയാണല്ലോ. അത് തൊഴിലാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ പ്രതിഷേധിക്കുവാനായും തീരുമാനിച്ചു. ആരും ജോലി ചെയ്യാതായതോടുകൂടി തിരുവെങ്കടത്തിനെ വെറുതെ വിടുവാനായും ജന്മി പറയും. തിരുവെങ്കടം പുറത്തിറങ്ങിയിട്ടും സമരം നിർത്തുവാനായിട്ട് ആരും തയ്യാറായില്ല. ജോലിക്കുള്ള കൂലി അതായിരുന്നു അവരുടെ ആവശ്യവും. എന്ത് സംഭവിച്ചാലും കാര്യം നേടും വരെ സമരം അവസാനിപ്പിക്കരുതെന്നായിരുന്നു തിരുവെങ്കടത്തിന്റെയും കൂട്ടുകാരന്റെയും തീരുമാനവും. ആ മുതലാളി കോംപ്രമൈസ് ചെയ്യുവാനായി നോക്കും, പക്ഷേ നടക്കുന്നതേയില്ല. ആരും തന്നെ അങ്ങോട്ട് സഹകരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ രംഗൻ ഒരു മാസത്തെ ലീവിന് നാട്ടിലേക്ക് വരികയാണ്. ഇതിനിടയിൽ കല്യാണം നടത്തണമെന്നാണ് ആഗ്രഹവും. പക്ഷേ സമരമൊക്കെ ആയതുകൊണ്ട് തന്നെ തിരുവെങ്കടം നെയ്തു തീർന്നതുമില്ല. താമര പട്ടുസാരി എടുത്ത് വരുന്നത് കാണുവാൻ കാത്തിരിക്കുകയാണല്ലോ ഗ്രാമവാസികൾ. പട്ടുസാരി നെയ്തും തീർന്നില്ല. സ്ട്രൈക്ക് ആയത് കാരണം പട്ടും തീർന്നിരിക്കുകയാണ് തിരുവെങ്കടത്തിന്റെ കൈവശമുള്ളത്. 3 മാസമായി സ്ട്രൈക്ക് തുടങ്ങിയിട്ട്. അത് അവസാനിപ്പിക്കുവാനായും തിരുവെങ്കടം തൊഴിലാളികളോട് പറയുന്നു. വീടും പട്ടിണിയായി തുടങ്ങിയതിനാൽ ജനങ്ങളാണെങ്കിൽ സ്ട്രൈക്ക് അവസാനിപ്പിച്ചു. പക്ഷേ കൂട്ടുകാരൻ അതൊന്നും ഇഷ്ടമായതേയില്ല. തിരുവെങ്കടം മുതലാളിയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയെന്നാണ് തിരുവെങ്കടത്തിന്റെ കൂട്ടുകാരും മറ്റെതിർപ്പുള്ളവരും കരുതിയിരിക്കുന്നതും. നെയ്യുവാനുള്ള പട്ടാണെങ്കിലോ ആരും അറിയാതെ തിരുവെങ്കടം വായിനുള്ളിൽ ഒളിപ്പിച്ചാണ് കൊണ്ടുപോകുന്നതും. കയ്യിലുള്ള കാശെല്ലാം സഹോദരിയുടെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് കല്യാണത്തിനുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം ഏർപ്പാടാക്കുവാനായും പറഞ്ഞു. എപ്പോഴാ അച്ഛാ പട്ടുസാരി നെയ്തു തീരുന്നതെന്ന് മകൾ ചോദിക്കുമ്പോൾ 4 ദിവസത്തിനകം തീരുമെന്നും തിരുവെങ്കടം മകളോട് പറയുന്നു. അടുത്ത ദിവസം നെയ്യുവാനുള്ള പട്ട് വായിലൊളിപ്പിച്ച് വരുന്ന തിരുവെങ്കടമാണെങ്കിലോ കൂട്ടുകാരുടെ മുന്നിൽ വന്ന് പെടും. സമരത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ പട്ട് വായിലുള്ളത് കാരണം തിരുവെങ്കടം ഒന്നും മിണ്ടാതെ പോകുന്നു. അപ്പോൾ ചുമ വരുന്നതിനാൽ വായിലിരുന്ന പട്ടെല്ലാം തറയിലേക്ക് തെറിച്ചു വീഴുന്നു. ഇതെല്ലാവരും കാണുകയാണ്. മുതലാളിയും കൂട്ടരും ചേർന്ന് തിരുവെങ്കടത്തെ തല്ലിച്ചതച്ച് പോലീസിലും ഏൽപ്പിക്കും. എന്നാൽ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാനായി പോയ താമരയാണെങ്കിലോ കാലുവെഴുതി കിണറ്റിൽ വീണ് കഴുത്തിന് താഴേക്ക് ചലനമില്ലാതെയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്ക് മാത്രം മകളെ കാണുവാനായിട്ടും പോലീസുകാരാണെങ്കിൽ തിരുവെങ്കടത്തിനെ അനുവദിക്കുന്നു. മകളുടെ അവസ്ഥ കണ്ട് തിരുവെങ്കടത്തിന് സഹിക്കാനായില്ല. ഞാൻ വരുന്നതുവരെ മകളെ ഒന്ന് നോക്കാമെന്ന് സഹോദരിയോട് ചോദിക്കുമ്പോൾ ഒരു കള്ളന്റെ മകളെ നോക്കിയാൽ പേരുദോഷം തന്നെ 2 പെൺമക്കൾക്കാണെന്നും സഹോദരിയുടെ ഭർത്താവ് പറയുന്നു. താൻ ജയിലിൽ പോകുമ്പോൾ ആര് തന്റെ മകൾക്ക് ആഹാരം കൊടുക്കും? ആരവളെ നോക്കും? ആരും ആഹാരം പോലും കൊടുക്കാനില്ലല്ലോ എന്ന് ചിന്തിച്ച് മനസ്സിൽ വിഷമം സഹിക്കാനാകാത്ത തിരുവെങ്കടമാണെങ്കിലോ വേറെ വഴിയില്ലാതെ തന്റെ മനസ്സ് കല്ലാക്കി മകൾക്ക് കഴിക്കുവാനുള്ള ആഹാരത്തിൽ എലിവിഷം കലർത്തും. തന്റെ കൈകൊണ്ട് തന്നെ അതവൾക്ക് വാരി കൊടുക്കുന്നു. താമര മരണപ്പെട്ടു പോകുന്നു. മരണപ്പെട്ട ആളിനെ പട്ടുതുണി കൊണ്ട് മൂടണമെന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് തിരുവെങ്കടം നെയ്തുകൊണ്ടിരുന്ന പട്ടുസാരി കൊണ്ടുവന്ന് മകളെ മൂടും. എന്നാൽ നെയ്ത് പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ മുഴുവനായും മൂടാനായും കഴിഞ്ഞില്ല. മകളുടെ കല്യാണത്തിനു വേണ്ടി നെയ്ത സാരി അവൾ മരിക്കുമ്പോൾ പോലും അവളെ മൂടുവാനാകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് തിരുവെങ്കടത്തിന്റെ സമനില തെറ്റുന്നു. തിരുവെങ്കടം ഒരു ഭ്രാന്തനായി മാറുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.